ഓം നമോ നാരായണായ. ഇന്ന് പാരായണം ചെയ്യാൻ പോകുന്ന അർത്ഥങ്ങൾ കിഷ്കിന്ധാകാന്ഡത്തിലെ വരികളും അവയുടെ മലയാള അർത്ഥവും ആണ്. നല്ല സ്വഭാവ ഗുണമുള്ള തത്തപ്പെണ്ണെ വരൂ. പ്രിയപ്പെട്ടവളെ, രാമായണ കഥയുടെ ബാക്കി ഭാഗം കൂടി നീ പറഞ്ഞു തന്നാലും. പറയുകയാണെങ്കിൽ, കാമദേവന്റെ ശത്രുവായ പരമശിവൻ തൻ്റെ പത്നിയായ പാർവതീദേവിയോട് അരുളി ചെയ്ത പ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മംഗളകരമായ സ്വഭാവമുള്ളവനും ദശരഥ മഹാരാജാവിൻ്റെ പുത്രനുമായ ശ്രീരാമൻ, കൗസല്യാദേവിയുടെ മകനായ ശ്രീരാമൻ തൻ്റെ അനിയനായ ലക്ഷ്മണനോടൊപ്പം ലോകത്തിൽ ഏറ്റവും മനോഹരമായ പമ്പാ സരോവരത്തിൻ്റെ തീരത്ത് വന്നു ചേർന്ന് അവിടുത്തെ സൗന്ദര്യം കണ്ട് അത്ഭുതപ്പെട്ടു. ഒരു ക്രോശം ഏകദേശം 3 കിലോമീറ്റർ വിശാലതയുള്ളതും തെളിഞ്ഞ വെള്ളത്തോടു കൂടിയതും മനസ്സിൻ്റെ വിഷമങ്ങൾ ഇല്ലാതാക്കുന്നതും അനേകം ജീവജാലങ്ങൾ നിറഞ്ഞതുമായ ഒരിടമായിരുന്നു അത്. വിരിഞ്ഞു നിൽക്കുന്ന താമര, ചെങ്ങഴനീർ പൂവ്, ആമ്പൽ, കറുത്ത കൂവളപ്പൂക്കൾ എന്നിവയാൽ അലങ്കരിക്കപ്പെട്ടതും അരയന്നങ്ങൾ, നീർക്കോഴികൾ, വണ്ടുകൾ, കുയിലുകൾ, കാട്ടുകോഴികൾ, വെള്ളക്കൊക്കുകൾ, പാമ്പുകൾ, സിംഹങ്ങൾ, പുലികൾ, കാട്ടുപന്നികൾ എന്നിവ വസിക്കുന്നതുമായ സ്ഥലം. പൂക്കളുള്ള വള്ളികൾ ചുറ്റിപ്പടർന്ന മരങ്ങളും നല്ല പഴങ്ങൾ നിറഞ്ഞതും സന്തോഷത്തോടെ ജീവജാലങ്ങൾ കഴിയുന്നതുമായ അവിടെ ശ്രീരാമനും ലക്ഷ്മണനും കൗതുകത്തോടെ ആ തടാകത്തിലെ വെള്ളം കുടിച്ച് ക്ഷീണം മാറ്റി മെല്ലെ മുന്നോട്ട് നടന്നു. വസന്തകാലത്ത് ഭൂമി വളരെ തണുപ്പുള്ള സമയത്ത് രാജ്ഞിമാരുടെയും രാജാക്കന്മാരുടെയും മക്കളായ രാജകുമാരന്മാർ ഇരുവരും ശ്രീരാമനും ലക്ഷ്മണനും ഋഷ്യമൂകാചലത്തിൻ്റെ താഴ്വരയിൽ എപ്പോഴും നെടുവീർപ്പോടും വിലാപത്തോടും കൂടി സീതയെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ സങ്കടം സഹിക്കാനാവാതെ കരഞ്ഞും കാമദേവൻ്റെ ശരമേറ്റതുപോലുള്ള കടുത്ത വേദനയോടെ സംസാരിച്ചും മാനസിക വിഷമത്തോടെ നടന്നു പോകുന്ന സമയം സൂര്യപുത്രനായ സുഗ്രീവൻ ഇവരെ കണ്ട് ഭയന്നുപോയി. സുഗ്രീവൻ ഉടൻ തന്നെ തൻ്റെ മന്ത്രിമാരോടൊപ്പം ഓടി ഉയരമുള്ള പർവ്വതമുകളിലേക്ക് കയറിപ്പോയി. എന്നിട്ട് പേടിയോടെ ഹനുമാനോട് മാരുതിയോട് പറഞ്ഞു, ആയുധങ്ങൾ എന്തി തയ്യാറായി വരുന്ന ഈ 2 പേർ ആരാണ്? നീ വേഗം പോയി ഇവർ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കി വരിക. കണ്ടാൽ വളരെ ധൈര്യശാലികളായ വീരന്മാരാണെന്ന് തോന്നുന്നു. ജ്യേഷ്ഠനായ വാലിയുടെ വാക്കുകേട്ട് എന്നെ നിഗ്രഹിക്കാൻ, അതായത് എന്നെ കൊല്ലാൻ വാലി അയച്ച ആളുകളാണോ ഇവർ? ഇവർ വളരെ പരാക്രമശാലികളാണ്. തങ്ങളുടെ തേജസ് കൊണ്ട് എല്ലാ ദിശകളിലും പ്രകാശിപ്പിക്കുന്ന നീ കണ്ടാലും ഇവർ സന്യാസിമാരുടെ വേഷമാണ് ധരിച്ചിരിക്കുന്നത്. എങ്കിലും ഇവരുടെ കയ്യിൽ വില്ലും അമ്പും വാളുമൊക്കെ ഉണ്ടല്ലോ. അതിനാൽ ഹനുമാനെ, നീ ഒരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് അവരുടെ അടുക്കൽ ചെന്ന് വായുപുത്രനായ ഹനുമാനെ അവർ ആരാണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയാലും. അവരുടെ മുഖഭാവം, കണ്ണുകളുടെ ഭാവം, ശരീരഭാഷ എന്നിവയിൽ നിന്ന് അവരുടെ മനസ്സിലുള്ള ഉദ്ദേശം മനസ്സിലാക്കാൻ ഉടൻ തന്നെ നീ കൈകൾ കൊണ്ട് കാണിക്കുന്ന ആംഗ്യങ്ങൾ വഴി നമ്മെ അറിയിക്കുക. അവർ ശത്രുക്കളാണെങ്കിൽ അപ്രകാരം അറിയിക്കുക. അതല്ല, അവർ പ്രസന്നമായ മുഖഭാവത്തിലൂടെ സന്തോഷമുള്ള സൂചനകൾ നൽകിക്കൊണ്ട് അവർ മിത്രങ്ങളാണെന്ന കാര്യം എന്നോട് പറയണം. സൂര്യപുത്രനായ സുഗ്രീവന്റെ ഈ വാക്കുകൾ കേട്ട ബ്രഹ്മചാരിയുടെ വേഷം മനോഹരമായി ധരിച്ച് ആദരവോടെ അഞ്ജനാദേവിയുടെ മകനായ ഹനുമാൻ ചെന്ന് നമസ്കരിച്ചു. ആ യജമാനന്മാരുടെ, അതായത് ശ്രീരാമലക്ഷ്മണന്മാരുടെ പാദകമലങ്ങളിൽ താമരക്കണ്ണന്മാരായ ആ രഘുവരന്മാരുടെ വംശത്തിലെ ശ്രേഷ്ഠരായ രാജകുമാരന്മാരെ താണു തൊഴുത് വിനീതനായി ഹനുമാൻ പറഞ്ഞു, കാമദേവനെ പോലും ജയിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യം നിറഞ്ഞ നിങ്ങൾ ഇരുവരെയും ഇവിടെ കാണാനിടയായി. കാട്ടിൽ വസിക്കാനാണ് താല്പര്യമെന്ന് എന്നോട് അല്പം ആദരവോടെ നേരായി പറഞ്ഞാലും സ്വന്തം തേജസ് കൊണ്ട് എല്ലാ ദിശകളെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനും ചന്ദ്രനുമാണ് നിങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. 3 ലോകങ്ങളുടെയും സൃഷ്ടാക്കളായ മൂർത്തികൾ അവതരിച്ച് ഭൂമിയിലേക്ക് വന്നതാണോ എന്ന് എൻ്റെ മനസ്സിലൊരു സംശയം തോന്നുന്നു. ദുഃഖമില്ലാത്തവരും പണ്ഡിതന്മാരുമായ ഹേ യുവാക്കളെ, നിങ്ങൾ ദശരഥ രാജാവിൻ്റെ പുത്രന്മാരാണോ അതോ വേറെ ആരെങ്കിലും ആണോ? ലോകത്തിൻ്റെ ദുഃഖമെല്ലാം ഇല്ലാതാക്കാൻ പോന്നവരും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരന്മാർ തന്നെയാണ് നിങ്ങൾ. തീർച്ചയായും പ്രപഞ്ചത്തിൻ്റെ പ്രധാന പുരുഷന്മാരായ നിങ്ങൾ സ്വന്തം മായയാൽ മനുഷ്യരൂപം സ്വീകരിച്ച് സഞ്ചരിക്കുകയാണ്. ഭൂമിയുടെ ഭാരം നശിപ്പിക്കുന്നതിനും, അതായത്
ദുഷ്ടനിഗ്രഹത്തിനും ഈ ഭൂമിയിലെ ഭക്തന്മാരെ സംരക്ഷിക്കുന്നതിനും വേണ്ടി ഒരു ലീലയായി രാജകുമാരന്മാരുടെ വേഷത്തിൽ വന്ന് ജന്മമെടുത്ത നിങ്ങൾ പുണ്യവാന്മാരും എല്ലാ സദ്ഗുണങ്ങളും തികഞ്ഞവരുമാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ ചെയ്യുന്നവരാണ് നിങ്ങൾ. ലീലയാൽ ഇതെല്ലാം നടത്തുന്നവരും നിത്യവും സ്വതന്ത്രരുമാണ് നിങ്ങൾ. മോക്ഷം നൽകുന്ന നാരായണന്മാർ തന്നെയാണ് നിങ്ങളെന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോൾ നിർത്താതെ തോന്നുന്നു. ഇപ്രകാരം പറഞ്ഞ് ഹനുമാൻ തൊഴുതു നിൽക്കുമ്പോൾ ആ ഭക്തനെ കണ്ടിട്ട് രഘുശ്രേഷ്ഠനായ ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ, നോക്കൂ, ഒരു വടുവിൻ്റെ, അതായത് ഒരു ബ്രഹ്മചാരിയുടെ രൂപത്തിൽ നിൽക്കുന്ന ഇവനെ കണ്ടോ? ഇവൻ വ്യാകരണ ശാസ്ത്രങ്ങളെയും പൂർണ്ണമായി പഠിച്ചവനാണ്. ഇവൻ സംസാരിച്ച വാക്കുകൾ ഒരിടത്തും ഒരു തെറ്റുപോലുമില്ല. തീർച്ചയായും ഈ ബ്രഹ്മചാരി മികച്ചൊരു വ്യാകരണ പണ്ഡിതൻ തന്നെയാണ്. അതിനുശേഷം മനുഷ്യവീരനായ ശ്രീരാമൻ വാനരശ്രേഷ്ഠനായ ഹനുമാനെ നോക്കി വ്യക്തമായും മനോഹരമായും പറഞ്ഞു, എൻ്റെ പേര് രാമൻ എന്നാണ്. ദശരഥ മഹാരാജാവിൻ്റെ പുത്രനാണ് ഞാൻ. ഇവൻ എൻ്റെ സഹോദരനായ ലക്ഷ്മണനാണ്. നീ കേട്ടാലും. ഹേ ബുദ്ധിമാനെ, സന്തോഷത്തോടെ ഞാൻ സത്യം പറയാം. ജാനകി എന്നു പേരുള്ള സീത എന്നൊരു സുന്ദരിയായ ഭാര്യയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പിതാവിൻ്റെ കൽപ്പന പ്രകാരം വനത്തിൽ തപസ് ചെയ്യുന്നതിനായി ഞങ്ങൾ വന്നെത്തിയതായിരുന്നു. ദണ്ഡകാരണ്യത്തിൽ താമസിക്കുന്ന ആ സമയത്ത് ക്രൂരനായ ഒരു രാക്ഷസൻ പെട്ടെന്ന് വന്ന് ജാനകി ദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി. അതിനാൽ ഞങ്ങൾ കാട്ടിലൂടെ അവളെ തിരഞ്ഞു നടക്കുകയാണ്. പക്ഷേ ഇതുവരെ അവളെ ഒരിടത്തും കണ്ടു കിട്ടിയില്ല. ഇപ്പോൾ നിന്നെ കാണാനിടയായി. അല്ലയോ സ്നേഹിത, നീ ആരാണ്? അത് കാര്യം പറഞ്ഞാലും എന്ന് ശ്രീരാമൻ ചോദിച്ചത് കേട്ട വായുപുത്രനായ ഹനുമാൻ കൈകൂപ്പി തൊഴുതുകൊണ്ട് കൗതുകത്തോടെ പറഞ്ഞു, വാനര രാജാവായ സുഗ്രീവൻ ഈ പർവ്വത മുകളിൽ താമസിക്കുന്നുണ്ട്. ഹേ രഘുപതേ, ഞങ്ങൾ 4 പേർ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരായി എപ്പോഴും അദ്ദേഹത്തോടൊപ്പം വേർപിരിയാതെ ജീവിക്കുന്നു. ജ്യേഷ്ഠനായ ബാലി എന്ന വാനര രാജാവ് തൻ്റെ അനിയനായ സുഗ്രീവനെ ദേഷ്യപ്പെട്ട് നാടുകടത്തി. സുഗ്രീവന്റെ പത്നിയെയും, അതായത് രുമയെയും ജ്യേഷ്ഠനായ ബാലി ബലമായി കൈക്കലാക്കി. അതിനാൽ ഋഷ്യമൂകാചലം ഒളിത്താവളമാക്കി വന്ന് സൂര്യപുത്രനായ സുഗ്രീവൻ ഇവിടെ സുരക്ഷിതനായി കഴിയുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭൃത്യനായ ഒരു വാനരനാണ്. ഹേ ബുദ്ധിമാനെ, ഞാൻ വായുപുത്രനുമാണ്. എൻ്റെ പേര് ഹനുമാൻ എന്നാണ്. അഞ്ജനാദേവിയുടെ മകനായ എൻ്റെ ഭയമെല്ലാം മാറ്റി എന്നെ കാത്തു രക്ഷിച്ചാലും. അങ്ങേക്ക് സുഗ്രീവനുമായി ഒരു സൗഹൃദം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ 2 പേർക്കും നിങ്ങളുടെ ശത്രുക്കളെ വധിക്കാൻ സാധിക്കും. അതിനായി എന്നെക്കൊണ്ടാകുന്ന സഹായങ്ങളെല്ലാം ഞാൻ വേഗത്തിൽ ചെയ്തു തരാം. ഹേ ദൈവമേ, എനിക്കിപ്പോൾ മറ്റു വഴികളൊന്നുമില്ല. അങ്ങയുടെ മനസ്സിൽ ഇപ്രകാരം അനുഗ്രഹമുണ്ടായാൽ ഹേ ദയാനിധേ, ഞങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളെല്ലാം അകന്നു പോകും എന്ന കാര്യങ്ങൾ ധരിപ്പിച്ചതിന് ശേഷം ഹനുമാൻ തൻ്റെ യഥാർത്ഥ വാനരരൂപം സ്വീകരിച്ചു. അങ്ങനെ വായുപുത്രനായ ഹനുമാൻ ശ്രീരാമൻ്റെ മുന്നിൽ വിനീതനായി നിന്നു. നിങ്ങൾ എൻ്റെ തോളിലേക്ക് കയറിയിരുന്നാലും മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം മാറ്റിവെച്ചാലും ആ സമയത്ത് ശബരി മുൻപ് പറഞ്ഞ വാക്കുകളെക്കുറിച്ച് ഓർക്കുകയാണ്. താമരക്കണ്ണനായ ശ്രീരാമൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. ശ്രീരാമനെയും ലക്ഷ്മണനെയും ഞാൻ തോളിലേറ്റിക്കൊണ്ട് വായുപുത്രനായ ഹനുമാൻ നടന്നു. എന്നിട്ട് സുഗ്രീവന്റെ അടുക്കൽ അവരെ എത്തിച്ചു. ഹനുമാൻ പറഞ്ഞു, ഹേ സൂര്യപുത്രനായ സുഗ്രീവ, നീ ഭയവും ആകുലതയും മാറ്റിവെച്ചാലും ആലോചിച്ചു നോക്കുമ്പോൾ ഇത് എത്രയോ വലിയ ഭാഗ്യമാണ്. സൂര്യവംശത്തിൽ ജനിച്ചവരായ ശ്രീരാമനും അദ്ദേഹത്തിൻ്റെ അനിയനായ ലക്ഷ്മണനും ആഗ്രഹിച്ച കാര്യം സാധിപ്പിക്കുന്നതിനായി ഇവിടെ വന്നിരിക്കുകയാണ്. സുഗ്രീവനോട് ഇപ്രകാരം പറഞ്ഞിട്ട് ശ്രീരാമ ശ്രേഷ്ഠനായ രാമന്റെ മുന്നിൽ ഒരു വലിയ മരത്തിൻ്റെ തണൽ. അപ്പോൾ ദുഃഖമെല്ലാം അകന്ന ആ രാജകുമാരന്മാർ മനസമാധാനത്തോടെ വിശ്രമിക്കുവാനായി ഇരുന്നു. അപ്പോൾ വായുപുത്രനായ ഹനുമാൻ അളവറ്റ സന്തോഷത്തോടെ നീതിയോടെ സൂര്യപുത്രനായ സുഗ്രീവനോട് പറഞ്ഞു, നീ പേടി മാറ്റിവെക്കൂ. സൂര്യവംശത്തിൽ വന്ന് ജന്മമെടുത്തവരും യോഗീശ്വരന്മാരുമായ ഈ ശ്രീരാമ ലക്ഷ്മണന്മാർ ഇങ്ങോട്ട് വന്നെത്തിയിരിക്കുന്നത് നിന്നെ സഹായിക്കാനാണ്. അതിനാൽ ഇനി നീ ആരെയും പേടിക്കേണ്ടതില്ല. നീ വേഗത്തിൽ ചെന്ന് ഇവരെ വന്നിച്ച് സൗഹൃദം ഉറപ്പിക്കുക. എന്നിട്ട് ഈ ഈശ്വര ഭക്തന്മാരുടെ പ്രിയപ്പെട്ടവനായി വസിച്ചാലും. സന്തുഷ്ടനായ സുഗ്രീവൻ ആ സമയത്ത്
വളരെ ആദരവോടെയും സ്നേഹത്തോടെയും പ്രപഞ്ചനാഥനായ ശ്രീരാമന് ഇരിക്കുവാനായി ആസനത്തിനായി നല്ല തളിരില കൂട്ടങ്ങൾ മരത്തിൽ നിന്നും ഒടിച്ചെടുത്ത് നിലത്ത് വിരിച്ചു നൽകി. ആ സമയം ഗുണവാനായ ഹനുമാൻ ലക്ഷ്മണനോടൊപ്പം ഇരിക്കുവാനായി തളിരിലകൾ ഒരുക്കി. ഇതുകണ്ട് ലക്ഷ്മണനും സുഗ്രീവനും വളരെ സന്തോഷത്തോടെ ഇലച്ചില്ലകൾ ഒടിച്ചു നീക്കി. അങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും ആ ഇലച്ചില്ലകളിൽ ഇരുന്നു. അവരുടെ മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങളൊക്കെ അപ്പോൾ ഇല്ലാതെയായി. സൂര്യപുത്രനായ സുഗ്രീവനോട് ലക്ഷ്മണൻ ശ്രീരാമന്റെ കഥ മുഴുവൻ പറഞ്ഞറിയിച്ച ആ സമയം ധീരനായ സുഗ്രീവൻ, അതായത് ആദിത്യനന്ദനൻ, സന്തോഷത്തോടെ ശ്രീരാമചന്ദ്രനോട് വേഗത്തിൽ ഇപ്രകാരം പറഞ്ഞു: ശ്രീരത്നമായ ജാനകി ദേവി എവിടെയുണ്ടെന്ന് ഞാൻ തീർച്ചയായും അന്വേഷിച്ചറിഞ്ഞു നൽകാം. ശത്രുവിനെ നശിപ്പിക്കുന്നതിനായി അടിയൻ അങ്ങയുടെ വിശ്വസ്തനായ ഒരു മിത്രമായി അങ്ങയുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാം. ഇതിനെക്കുറിച്ചോർത്ത് അങ്ങ് ഒട്ടും സങ്കടപ്പെടേണ്ടതില്ല. മനസ്സിൻ്റെ ആദികളും വിഷമങ്ങളും അങ്ങ് മാറ്റിവെച്ചാലും രാവണനെയും അവൻ്റെ കുലത്തെയും ഒന്നടങ്കം വധിച്ച് സീതാദേവിയെ ഞാൻ തിരികെ കൂട്ടിക്കൊണ്ടുവരും. എന്നാൽ പണ്ടൊരിക്കൽ ഞാനൊരു സംഭവം കാണാനിടയായി. ഹേ മനുഷ്യവീരനായ രാമ, അതങ്ങ് വ്യക്തമായി കേട്ടാലും. എൻ്റെ 4 മന്ത്രിമാരും ഞാനും ഈ പർവ്വതമുകളിൽ വസിക്കുന്ന കാലത്ത് ഒരു ദിവസം താമരക്കണ്ണിയായ ഒരു സുന്ദരിയെ ആകാശമാർഗത്തിലൂടെ, അതായത് പുഷ്പക വിമാനത്തിൽ ഒരു രാക്ഷസ ശ്രേഷ്ഠൻ കൊണ്ടുപോകുന്നതായിരുന്നു. ആ സമയം ആ സുന്ദരി തന്നെ രക്ഷിക്കുവാൻ ആരുമില്ലാതെ സങ്കടപ്പെട്ട് രാമ രാമ എന്ന് ഭയന്നു നിലവിളിക്കുമ്പോൾ അങ്ങയുടെ പത്നി തന്നെയാണെന്ന് ഉറപ്പാണ്. ഉത്തമയായ ആ ദേവി ഈ പർവ്വതമുകളിൽ ഞങ്ങളെ കണ്ടപ്പോൾ സങ്കടത്തോടെ വിറയലോടെയും തൻ്റെ മേൽമുണ്ടിൽ പൊതിഞ്ഞ ചില ആഭരണങ്ങൾ ഈ മലമുകളിലേക്ക് താഴേക്ക് ഇട്ടു തന്നു. ഞാൻ അതെല്ലാം കണ്ട് കയ്യിലെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങേക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. ഇവ ജാനകി ദേവിയുടെ ആഭരണങ്ങൾ തന്നെയാണോ എന്ന് ഹേ മനുഷ്യവീര അങ്ങേക്ക് കണ്ടാൽ മനസ്സിലാകുമല്ലോ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ആ ആഭരണങ്ങൾ എടുത്തുകൊണ്ടുവന്ന് രാജശ്രേഷ്ഠനായ ശ്രീരാമന്റെ മുന്നിൽ സമർപ്പിച്ചു. താമരക്കണ്ണനായ ശ്രീരാമൻ അവയെടുത്തു നോക്കിയ സമയത്ത് കണ്ണീരൊഴുകിക്കൊണ്ട് അവയുടെ ക്ഷേമം അന്വേഷിച്ചു. മനസ്സിൽ ചിന്തിച്ചു: എന്നെപ്പോലെ നിങ്ങളും തനിച്ചായോ? കോമളേശ്വരിയായ വൈദേഹിയിൽ, അതായത് സീതയിൽ നിന്നും വേർപെട്ടുവോ? അയ്യോ സീതേ, ജനകപുത്രേ, എൻ്റെ പ്രിയപ്പെട്ടവളെ, എൻ്റെ നാഥേ, താമരയിതൾ പോലെ വീതിയുള്ള മനോഹര കണ്ണുള്ളവളെ. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ആ ആഭരണക്കൂട്ടങ്ങളെ കടുത്ത സങ്കടത്തോടെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. സാധാരണ മനുഷ്യരെ പോലെ ലോകനാഥനായ ശ്രീരാമൻ കരയുവാൻ തുടങ്ങി. ദുഃഖം സഹിക്കാനാവാതെ മയങ്ങിപ്പോകുന്ന ശ്രീരാമനോട് ലക്ഷ്മണൻ ഇപ്രകാരം പറഞ്ഞു: അങ്ങ് ഒട്ടും സങ്കടപ്പെടേണ്ടതില്ല. രാവണനെയും വാനര ശ്രേഷ്ഠന്മാരുടെ സഹായത്തോടെ വൈകാതെ തന്നെ വധിച്ച് താമരക്കണ്ണിയായ സീതാദേവിയെ തിരികെ വീണ്ടെടുക്കാം പ്രഭു. ഹരേ, അങ്ങ് മനസ്സ് തെളിഞ്ഞാലും. ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ട് സുഗ്രീവനും ഉടൻ തന്നെ പറഞ്ഞു: അങ്ങ് ഒട്ടും പരിഭ്രാന്തനാകേണ്ടതില്ല. രാവണനെയും വധിച്ച് വേഗം തന്നെ സീതാദേവിയെ തിരികെ എത്തിച്ചു തരാം. ഹേ ഭൂമിപതേ പ്രഭോ, അങ്ങ് ധൈര്യം കൈകൊണ്ടാലും. ലക്ഷ്മണന്റെയും സുഗ്രീവന്റെയും ഈ വാക്കുകൾ ആ നിമിഷം കേട്ട ദശരഥപുത്രനായ ശ്രീരാമൻ തൻ്റെ സങ്കടമെല്ലാം അല്പം അടക്കി ശാന്തനായി. ആ സമയം വാനരശ്രേഷ്ഠനായ ഹനുമാൻ വിശുദ്ധമായ അഗ്നിയെ ജ്വലിപ്പിച്ച് മംഗളകരമായ ശുഭമുഹൂർത്തം നോക്കി അവർ തമ്മിൽ സൗഹൃദം ചെയ്യിപ്പിച്ചു. സുഗ്രീവനും ശ്രീരാമനും അഗ്നിയെ സാക്ഷിയാക്കി സഖ്യം ചെയ്തു. പരസ്പരം സഹായിക്കാമെന്ന കാര്യവും സാധിച്ചെടുക്കാമെന്ന മനസ്സിൽ സന്തോഷമുറപ്പിച്ചു. പിന്നീട് അവർ ഉയരമുള്ള പർവ്വതമുകളിൽ ഒത്തുകൂടി. ബാലിയും താനും തമ്മിൽ ശത്രുതയിലാകുവാനുള്ള കാരണങ്ങളെല്ലാം സുഗ്രീവൻ ശ്രീരാമനെ അറിയിച്ചു. പണ്ട് മായാവി എന്നു പേരുള്ള ഒരു അസുര ശ്രേഷ്ഠൻ മയന്റെ മകനായി ഉണ്ടായിരുന്നു. തന്നോട് പോരാടാൻ ആരുമില്ലെന്ന അഹങ്കാരത്തോടെ അവൻ അഹങ്കാരിയായി അഹങ്കരിച്ചു നടന്ന ആ സമയത്ത് അവൻ കിഷ്കിന്ധ എന്ന നഗരത്തിൽ വന്ന് ആർത്തു വിളിച്ചു. വാനര രാജാവായ ബാലിയെ പോരിനായി വിളിച്ചു. യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ടപ്പോൾ അതികോപിഷ്ഠനായ ബാലി പുറത്തേക്ക് ചെന്ന്
തൻ്റെ മുഷ്ടി കൊണ്ട് അവനെ പ്രഹരിച്ചു. അടി കൊണ്ടപ്പോൾ ആ ദുഷ്ടനായ അസുരൻ പേടിച്ചോടി. വാനരശ്രേഷ്ഠനായ ബാലിയും അവൻ്റെ പിന്നാലെ ഓടിയെത്തി. ഞാനും അത് കണ്ട് ബാലിയുടെ പിന്നാലെ ചെന്നു. ആ അസുരൻ ഓടിച്ചെന്ന് ഒരു ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചു. അപ്പോൾ വാനരശ്രേഷ്ഠനായ ബാലി എന്നോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ ഈ ഗുഹയിൽ കയറി ഇവനെ കൊന്നൊടുക്കാൻ പോവുകയാണ്. നീ തീർച്ചയായും ഈ ഗുഹാമുഖത്ത് യാതൊരു ഭയവുമില്ലാതെ കാവൽ നിൽക്കുക. ഗുഹയിൽ നിന്നും പുറത്തേക്ക് പാലൊഴുകി വന്നാൽ അസുരൻ മരിച്ചെന്നും രക്തമാണ് വരുന്നതെങ്കിൽ ഗുഹാമുഖം അടച്ച ശേഷം പോയി ജീവിച്ചു കൊള്ളുക. ഇപ്രകാരം പറഞ്ഞിട്ട് ബാലി ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. ഞാൻ ആ ഗുഹവാതിൽക്കൽ കാവൽ നിന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു പോയിട്ടും വാനര രാജാവായ ബാലി പുറത്തു വന്നില്ല. പെട്ടെന്ന് ഗുഹാമുഖത്തിൽ നിന്നും രക്തം ഒഴുകി വന്ന് അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കടുത്ത വിഷമമുണ്ടായി. ജ്യേഷ്ഠനായ ബാലിയെ മായാവി എന്ന ആ മഹാസുരൻ വധിച്ചു കളഞ്ഞു എന്ന് ഞാൻ അപ്പോൾ ഉറപ്പിച്ചു. കടുത്ത സങ്കടത്തോടെ ഞാൻ കിഷ്കിന്ധയിലേക്ക് തിരികെ പോയി. ആ സമയത്ത് വാനരവീരന്മാരും വളരെ ദുഃഖിച്ചു. വാനരന്മാരുടെ രാജാവായി എന്നെ മാറ്റിത്തരണ വനശ്രേഷ്ഠന്മാര് വാഴിച്ചു, അതായത് അഭിഷേകം ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കടന്നുപോയി. അപ്പോൾ മഹാബലവാനായ ബാലി തിരികെ വന്നെത്തി. ഞാൻ ഗുഹാമുഖം കല്ലിട്ടടിച്ചത് തന്നെ കൊല്ലാനാണെന്ന് തെറ്റിദ്ധരിച്ച് ബാലി എന്നോട് ദേഷ്യപ്പെട്ടു. എന്നെ കൊല്ലാനായി എൻ്റെ അടുത്തേക്ക് വന്നു. പേടിയോടെ ഞാൻ ഒരിടത്തും ഇരിക്കാൻ കഴിയാതെ എങ്ങോട്ടൊക്കെയോ ഭയന്നോടി. ഭൂമി മുഴുവൻ പേടിച്ചോടി വരഞ്ഞ ആ സമയത്ത് മാതംഗമുനിയുടെ ശാപം കാരണം ബാലി ഇങ്ങോട്ട് വരില്ല എന്നറിഞ്ഞ് ഞാൻ ഈ ഋഷ്യമൂകാചലത്തിൽ വന്ന് അഭയം പ്രാപിച്ചു. അല്ലയോ വിശ്വനാഥ പ്രഭു, സുരക്ഷിതനായി ഇരിക്കുകയാണ് ബുദ്ധിഹീനനായ ബാലി കൈക്കലാക്കി എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും രുമ. എൻ്റെ നാടും നഗരവും സ്ഥാനമാനങ്ങളും എല്ലാം അവൻ കവർന്നെടുത്തു. എൻ്റെ വീടും ഉപേക്ഷിച്ച് ഞാൻ വളരെ ദുഃഖത്തോടെ കഴിയുകയാണ്. തങ്ങളുടെ താമസ സമാനമായ പാദങ്ങൾ തൊടാൻ കഴിഞ്ഞതിൽ ഇപ്പോൾ എൻ്റെ മനസ്സിന് വലിയ ആശ്വാസവും സന്തോഷവും ഉണ്ടായി. സൂര്യപുത്രനായ സുഗ്രീവന്റെ ഈ വാക്കുകൾ കേട്ടതിനു ശേഷം തൻ്റെ മിത്രത്തിൻ്റെ, അതായത് സുഗ്രീവന്റെ ദുഃഖത്തിൽ മനസ്സ് തളർന്ന ശ്രീരാമൻ മനസ്സിൽ വലിയ ദയയോടും ഇപ്രകാരം പറഞ്ഞു: നിന്റെ ശത്രുവിനെ, അതായത് ബാലിയെ വധിച്ച് നിന്റെ പത്നിയെയും രാജ്യത്തെയും സ്വത്തുക്കളെയും എല്ലാം തിരികെ നേടാൻ ഞാൻ സഹായിക്കാം. ഈ രാമൻ പറയുന്ന വാക്ക് തീർച്ചയായും സത്യമാണ്. ശ്രീരാമന്റെ ഈ വാക്കുകൾ കേട്ട് മനസ്സ് തെളിഞ്ഞ സൂര്യപുത്രനായ സുഗ്രീവൻ ഇപ്രകാരം പറഞ്ഞു: എല്ലാ ലോകങ്ങളിലും വെച്ച് ശക്തനായ ബാലിയെ കൊല്ലുക എന്നത് വളരെ വിഷമമുള്ള കാര്യമാണ് തീർച്ച. ബാലിക്കുള്ള അത്രയും ശക്തി വേറെ ഒരാൾക്കുമില്ല. ബാലിയുടെ കൈകൾ ശക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ദുംദുബി എന്ന പേരുള്ള ഒരു അസുരൻ വന്ന് കിഷ്കിന്ധ എന്ന നഗരത്തിൻ്റെ വാതിൽപ്പത്തിൽ രൂപത്തിൽ വന്ന് പോരിനായി വിളിച്ച ആ സമയത്ത് അതികോപിഷ്ഠനായ ബാലി പുറത്തേക്ക് വന്ന് ഉടൻ തന്നെ അവൻ്റെ കൊമ്പുകളിൽ പിടിച്ച് നിലത്തേക്ക് അടിച്ചു വീഴ്ത്തി. അവനെ ചവിട്ടി അരച്ച് അവൻ്റെ അവയവങ്ങൾ പറിച്ച് ആ ദുംദുബിയുടെ തല ചുഴറ്റി ദൂരേക്ക് എറിഞ്ഞു. അപ്പോൾ അതിൽ നിന്നുള്ള രക്തത്തുള്ളികൾ മദാംഗമുനിയുടെ ആശ്രമത്തിൽ പോയി വീണു. എൻ്റെ ആശ്രമത്തിൽ അശുദ്ധിയാക്കിയ ബാലി എങ്ങാനും ഈ ഋഷ്യമുഖജലത്തിലേക്ക് വരികയാണെങ്കിൽ ബാലിയുടെ തല ആ നിമിഷം പൊട്ടിത്തെറിക്കും. അവൻ മരണപ്പെടട്ടെ എൻ്റെ വാക്കുകളുടെ ശക്തിയാൽ എന്ന് മുനി ശപിച്ചത് കേട്ട് വാനരരാജാവായ ബാലി അന്ന് മുതൽ ഈ പർവ്വതത്തിലേക്ക് വരാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഭയമില്ലാതെ ജീവിക്കുന്നത്. മനസ്സിൽ പേടിയില്ലാതെ എപ്പോഴും ആ ദുംദുബിയുടെ തലയാണ് ദാ കിടക്കുന്നത്. കണ്ടാലും ഒരു മന്ദര പർവ്വതം പോലെ വലിയ ഈ തല അങ്ങ് ഇനി എടുത്തെറിയുകയാണെങ്കിൽ അങ്ങ് അതിന് മാത്രം ശക്തിയുള്ളവനാണെന്നും ബാലിയെ കൊല്ലാൻ അങ്ങേക്ക് സാധിക്കുമെന്നും ഉറപ്പിക്കാം. സുഗ്രീവന്റെ വാക്കുകേട്ട് രഘുശ്രേഷ്ഠനായ ശ്രീരാമൻ പുഞ്ചിരിച്ചു. എന്നിട്ട് തൻ്റെ തൃക്കാൽ പെരുവിരൽ, അതായത് കാൽവിരൽ കൊണ്ട് ആ തല ലഘുവായി എടുത്ത് ആകാശത്തേക്ക് തട്ടിയെറിഞ്ഞു. അത് 10 യോജന, ഏകദേശം 130 കിലോമീറ്റർ ദൂരത്തേക്ക് പറന്നു ചെന്ന് വീണു.
ശ്രീരാമൻ അസ്ഥികൂടം കാൽവിരൽ കൊണ്ട് എറിഞ്ഞത് കണ്ടപ്പോൾ സുഗ്രീവന്റെ മനസ്സ് തെളിഞ്ഞു. തൻ്റെ മന്ത്രിമാരും ഇതുകണ്ട് അത്ഭുതപ്പെട്ടു. വളരെ നന്നായി, വളരെ നന്നായി എന്ന് പറഞ്ഞ് അവർ പുകഴ്ത്തി. ഭക്തിയോടെ ശ്രീരാമനെ തൊഴുതു നിന്നു. അതിനുശേഷം സൂര്യപുത്രനായ സുഗ്രീവൻ ഇപ്രകാരം പറഞ്ഞു: അയ്യോ, ഈ കാണുന്ന 7 ഏഴിലമ്പാല മരങ്ങൾ കണ്ടില്ലേ? ബാലിക്കാണെങ്കിൽ ഇവ ഒന്നിച്ച് പിടിച്ച് ഉലയ്ക്കാൻ തക്കവണ്ണം 7 മരങ്ങളും ഒരേ വരിയിലാണ് നിൽക്കുന്നത്. ഇന്ദ്രപുത്രനായ ബാലി ഇവ പിടിച്ചു കുലുക്കുന്ന സമയത്ത് ഇതിലെ ഇലകളെല്ലാം താനെ കൊഴിഞ്ഞു പോകുമായിരുന്നു. അല്ലയോ, ഇവ വട്ടത്തിൽ നിൽക്കുന്ന മരങ്ങളല്ലേ? ഈ ബാണമെയ്ത് ഇവയെല്ലാം ഒന്നിച്ച് പൊട്ടിച്ച് താഴെയിടാൻ കഴിയുകയാണെങ്കിൽ നിശ്ചലമായും ബാലിയെ കൊല്ലാൻ അങ്ങേക്ക് സാധിക്കും. സൂര്യപുത്രന്റെ ആ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ സൂര്യവംശത്തിൽ ജനിച്ച ശ്രീരാമൻ വില്ല് വട്ടത്തിൽ വളച്ച് ഒരു അമ്പെടുത്ത് അതിൽ പ്രഭയോടെ തൊടുത്തുവിട്ടു. ആ ബാണം 7 ഏലിലമ്പാല മരങ്ങളും തുളച്ച് പുറത്തു കടന്ന് അതിനപ്പുറമുള്ള പർവ്വതത്തെയും ഭൂമിയെയും തുളച്ച് ബാണം തീ പോലെ ജ്വലിച്ച് തിരികെ പറന്നു വന്ന് വേഗത്തിൽ തൻ്റെ അമ്പെയ്ത്തു കവറിലേക്ക് വന്ന് ചേർന്നു. ഇതുകണ്ട് അത്ഭുത പരവശനായ സുഗ്രീവൻ സത്യമായും തഞ്ചത്തിൽ ശ്രീരാമന്റെ പാദങ്ങളിൽ വീണ് തൊഴുത് ഇപ്രകാരം പറഞ്ഞു: അങ്ങ് സാക്ഷാൽ ജഗന്നാഥനും പരമാത്മാവുമാണ്. അങ്ങ് തന്നെയാണ് ഈ പൂർണ്ണനായ ഈശ്വരൻ എന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. പണ്ട് ഞാൻ ചെയ്ത എന്തൊക്കെയോ പുണ്യങ്ങളുടെ ഫലമായിട്ടാണ് അങ്ങയെ നേരിൽ കാണുവാൻ എനിക്ക് സാധിച്ചത്. ജനന മരണങ്ങളാകുന്ന ഈ വൃത്തത്തിൽ നിന്ന് മോചനം നേരിടാൻ പരിശുദ്ധരായ ജ്ഞാനികൾ അങ്ങയെ മാത്രം ഭജിക്കുന്നു. മോക്ഷം നൽകുന്ന അങ്ങയുടെ അനുഗ്രഹം ലഭിച്ചതിനാൽ മോക്ഷമല്ലാതെ വേറൊന്നും ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല. മക്കൾ, ഭാര്യ, രാജ്യം, സ്വത്തുക്കൾ എന്നിവയൊക്കെ അങ്ങയുടെ മായാവിലാസങ്ങൾ മാത്രമാണ്. അത് കേവലം വെറുതെയാണ്. ആകയാൽ ഹേ മഹാദേവ, ജഗദ്ഗുരോ, എൻ്റെ മനസ്സിൽ അങ്ങയോടുള്ള ഭക്തി മാത്രം തന്നാലും, ലോകീശ, എന്നിൽ പ്രസന്നനായാലും. എൻ്റെ മനസ്സ് എപ്പോഴും അങ്ങയുടെ പാദകമലങ്ങളിൽ തന്നെ ഇരിക്കട്ടെ. എൻ്റെ ഭാഗ്യഫലത്താൽ ഞാനിപ്പോൾ മണ്ണിനായി നിലം കുഴിച്ചപ്പോൾ പെട്ടെന്ന് വലിയൊരു നിധി താനേ ലഭിച്ചതുപോലെയാണ് അങ്ങയുടെ സഖ്യം എന്ന് എനിക്ക് കിട്ടിയത്. ഹേ രഘുപതി, ധർമ്മം, ദാനം, വ്രതം, തീർത്ഥയാത്ര, തപസ്, യാഗം തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും ഒരാൾക്ക് വലിയതായി ഈ ജന്മമരണ ചക്രത്തിൽ, അതായത് സംസാര ദുഃഖത്തിൻ്റെ നാശം ലഭിക്കുകയില്ല. അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി കൊണ്ടല്ലാതെ തീർച്ചയായും അത് സാധ്യമല്ല. അങ്ങയുടെ പാദകമലങ്ങളെ ദർശിക്കുക എന്നത് ഇപ്പോൾ എനിക്ക് സാധിച്ചത് അങ്ങയുടെ കരുണയുടെ ബലം കൊണ്ട് മാത്രമാണ്. യാതൊരുത്തൻ്റെ മനസ്സാണോ അങ്ങയുടെ പാദകമലങ്ങളിൽ ഇളക്കമില്ലാതെ ഉറച്ചു നിൽക്കുന്നത്? കാൽ ക്ഷണമെങ്കിലും അപ്രകാരം ഉറയ്ക്കുകയാണെങ്കിൽ അവൻ്റെ ആപത്തുകൾ ഉണ്ടാകുന്ന അജ്ഞാനമെല്ലാം നീങ്ങിപ്പോകും. മനസ്സ് ലൗകിക സുഖങ്ങളിൽ ആസക്തമാണെങ്കിലും ഭക്തിയോടെ രാമ രാമ എന്ന ആദരവോടെ ജപിക്കുന്നവന് പാപങ്ങളെല്ലാം വേരോടെ നശിച്ച് അവൻ ഏറ്റവും മനോഭാവമുള്ളവനും അതീവ വിശുദ്ധനുമായി തീരും തീർച്ച. മദ്യപിക്കുന്നവനോ ബ്രാഹ്മണനോ കൊന്നവനോ ആണെങ്കിൽ പോലും അങ്ങയുടെ നാമജപത്താൽ ഉടൻ തന്നെ പാപമുക്തനായി തീരും. ശത്രുക്കളെ ജയിക്കുന്നതിലോ ഭാര്യയോടൊപ്പമുള്ള സുഖങ്ങളിലോ എൻ്റെ മനസ്സിൽ ഇപ്പോൾ യാതൊരു ആഗ്രഹവുമില്ല. അങ്ങയോടുള്ള ഭക്തിയല്ലാതെ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. മോക്ഷം ലഭിക്കുന്നതിനായി ഹേ മുകുന്ദ ദയാനിധേ, അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തിമാർഗത്തിൻ്റെ ഉപദേശം കൊണ്ട് എൻ്റെ പാപങ്ങളെ വേരോടെ പിഴുതെറിഞ്ഞാലും, ഹേ 3 ലോകങ്ങളുടെയും നാഥ, ശത്രു, മധ്യസ്ഥൻ, മിത്രം എന്നിങ്ങനെയുള്ള വേർതിരിവുകൾ മൂലമുണ്ടാകുന്ന ഭ്രമം എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോൾ പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു. ഹേ രാജാവേ, അങ്ങയുടെ പാദകമലങ്ങൾ ദർശിച്ചതുകൊണ്ട് എനിക്ക് പരമമായ ജ്ഞാനം ഇപ്പോൾ കൈവന്നിരിക്കുന്നു. മക്കൾ, ഭാര്യ തുടങ്ങിയ എല്ലാ ബന്ധങ്ങളും അങ്ങയുടെ ശക്തിയായ മായയുടെ പ്രഭാവം മാത്രമാണ്. ഹേ പ്രപഞ്ചനാഥ, അങ്ങയുടെ പാദകമലങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഒരു മനസ്സ് എനിക്ക് എപ്പോഴും തന്നാലും. ഹേ ലക്ഷ്മീപദേ, അങ്ങയുടെ നാമസങ്കീർത്തനം ചൊല്ലുന്നതിൽ പ്രിയമുള്ളതായിരിക്കണം.
എൻ്റെ നാവ് യാതൊരു നാണവുമില്ലാതെ എപ്പോഴും അത് പാടണം. അങ്ങയുടെ തൃപ്പാദങ്ങളിലേക്ക് എപ്പോഴും പൂജകൾ ചെയ്യാൻ എൻ്റെ കൈകൾക്ക് യോഗമുണ്ടാവണം. അങ്ങയുടെ മനോഹരമായ രൂപങ്ങൾ കാണാൻ കഴിയുന്നതായിരിക്കണം എൻ്റെ കണ്ണുകൾ എപ്പോഴും. എൻ്റെ ചെവികൾ എപ്പോഴും കേൾക്കാൻ ഇടവരണം. ഹേ ഭൂമിപതേ, അങ്ങയുടെ മനോഹരമായ ചരിതങ്ങളും കഥകളും എൻ്റെ കാലുകൾ കൊണ്ട് നടന്ന് വിഷ്ണു ക്ഷേത്രങ്ങൾ തോറും ഞാൻ സഞ്ചരിക്കാം. ഹേ രഘുപതേ, അങ്ങയുടെ പാദധൂളികളാൽ പവിത്രമായ തീർത്ഥസ്നാനം എനിക്ക് ലഭിക്കണം. എൻ്റെ ശരീരം മുഴുവൻ എപ്പോഴും ഹേ പ്രപഞ്ചനാഥ, ഭക്തിയോടെ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുവാൻ എനിക്ക് സാധിക്കണം. എൻ്റെ തല കൊണ്ട് എപ്പോഴും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഇപ്രകാരം അത്യധികം പുകഴ്ത്തി പറഞ്ഞാൽ സുഗ്രീവനെ രാമൻ മനസ്സിൽ കുളിർത്ത് സ്നേഹത്തോടെ കെട്ടിപ്പുണർന്നു. അങ്ങനെയുള്ള ശരീരസ്പർശം കൊണ്ട് സുഗ്രീവന്റെ പാപങ്ങളെല്ലാം മാറ്റി പവിത്ര മനസ്സുള്ളവനായി മാറിയ സുഗ്രീവനെ അപ്പോൾ തൻ്റെ മായ കൊണ്ട് രാമൻ വീണ്ടും പ്രപഞ്ചകാര്യങ്ങളിലേക്ക് ആകർഷിപ്പിച്ചു. അടുത്തതായി ചെയ്യേണ്ട കാര്യങ്ങൾ. സീതാന്വേഷണം ബാലഗോദം സാധിച്ചെടുക്കുന്നതിനെ കരുണാസിന്ധുവായ ശ്രീരാമൻ അപ്രകാരം ചെയ്തു. സത്യസ്വരൂപനായ ശ്രീരാമൻ പുഞ്ചിരിയോടെ പറഞ്ഞു, അല്ലയോ സ്നേഹിത, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സത്യമാണ്. നീ ചെന്ന് ബാലിയെ പോരിനായി വിളിച്ച് ഇനി ഒട്ടും സമയം കളയേണ്ടതില്ല. ബാലിയെ വധിച്ച് നിന്റെ രാജ്യത്ത് അഭിഷേകം ചെയ്ത് നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം തീർച്ച. സൂര്യപുത്രനായ സുഗ്രീവൻ അത് കേട്ട് പുറപ്പെട്ട് യാതൊരു ഭയവുമില്ലാതെ കിഷ്കിന്ധ എന്ന നഗരത്തിലേക്ക് സൂര്യവംശജനായ ശ്രീരാമനും വീരനായ ലക്ഷ്മണനും 4 മന്ത്രിമാരും ഹനുമാൻ തുടങ്ങിയവർ ഒപ്പം ചെന്നു. സൂര്യപുത്രനായ സുഗ്രീവൻ ചെന്ന് കിഷ്കിന്ധ നഗരത്തിൽ വാതിൽക്കൽ നിന്ന് ബാലിയെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. വലിയൊരു മരത്തിന്റെ മറവിൽ പോയി നിലയുറപ്പിച്ചു. സുഗ്രീവന്റെ മിത്രങ്ങളായ ശ്രീരാമനും ലക്ഷ്മണനും ആ സമയം അതികോപിഷ്ഠനായ ബാലി പെട്ടെന്ന് പുറത്തേക്ക് വന്ന ഉടൻ സൂര്യപുത്രനായ സുഗ്രീവൻ ബാലിയെ നെഞ്ചിൽ പ്രഹരിച്ചു. ഇന്ദ്രപുത്രനായ ബാലിയും സൂര്യപുത്രനായ സുഗ്രീവനും 10 തവണ തിരികെ ശക്തമായി ആഞ്ഞു കുത്തി. കടുത്ത ദേഷ്യത്തോടെ അവർ തമ്മിലുള്ള ആ പോരാട്ടം അത്യന്തം ഭയാനകമായി തീർന്നു. രക്തമണിഞ്ഞ അതായത് രണ്ടുപേരുടെയും ശരീരത്തിലെ രക്തം പറ്റിപ്പിടിച്ച് രണ്ടുപേരും ഒരേ രൂപത്തിലുള്ളവരായി തുല്യശക്തിയോടെ പൊരുതുന്ന ആ സമയത്ത് ഇതിൽ സൂര്യപുത്രൻ അതായത് സുഗ്രീവൻ ഏതാണ്, ഇന്ദ്രപുത്രൻ അതായത് ബാലി ഏതാണ് എന്ന് ഇവർ തമ്മിൽ തിരിച്ചറിയാൻ ഒരാൾക്കും സാധിച്ചതുമില്ല. തൻ്റെ മിത്രമായ സുഗ്രീവന് ആപത്ത് സംഭവിക്കുമോ എന്ന ഭയത്താൽ ശ്രീരാമൻ രണ്ടുപേരെയും ഒരുപോലെ ആയിരുന്നതിനാൽ ആ സമയത്ത് ശ്രീരാമൻ അസ്ത്രമൊന്നും പ്രയോഗിച്ചതുമില്ല. ഇന്ദ്രപുത്രനായ ബാലിയുടെ കൈച്ചുറുകൾ കൊണ്ട് പ്രഹരമേറ്റ് രക്തം ഛർദിച്ച് ഭയന്നവനായി ഓടിപ്പോയി. സൂര്യപുത്രനായ സുഗ്രീവൻ വളരെ സങ്കടത്തോടെ ബാലിയാവട്ടെ തൻ്റെ കൊട്ടാരത്തിലേക്ക് പാമ്പിനെ തിരികെ പോവുകയും ചെയ്തു. ഭയന്ന് വിറച്ച് ഓടി വന്ന സുഗ്രീവൻ ആ വലിയ മരത്തിന്റെ അടുക്കൽ നിലയുറപ്പിച്ചിരുന്നു. സൂര്യകുലജാതനായ ശ്രീരാമനോട് അത്യധികം ദുഃഖത്തോടെ കഠിന വാക്കുകളും പറഞ്ഞ്, എൻ്റെ ശത്രുവിനെ കൊണ്ട് എന്നെ കൊല്ലുകയാണോ? അങ്ങ് മനസ്സിൽ വിചാരിച്ച്, അയ്യോ ഞാൻ ഇതറിഞ്ഞല്ലോ, ഞാൻ കൊല്ലപ്പെടേണ്ടവനാണെങ്കിൽ അങ്ങ് തന്നെ അമ്പെയ്ത് എന്നെ അങ്ങ് സ്വന്തം കൈകൊണ്ട് കൊന്നുകളഞ്ഞാലും. അങ്ങയുടെ വാക്ക് സത്യമാണെന്ന് ഞാൻ കരുതി, എന്നാൽ ആ വിചാരം എനിക്ക് അങ്ങേയറ്റം തെറ്റിപ്പോയി. ഹേ ദയാനിധേ, അങ്ങ് സത്യപാലകനാണെന്ന് ഞാൻ വിചാരിച്ചതെല്ലാം വെറുതെ ആയിപ്പോയല്ലോ. ഹേ ശരണാഗത വത്സല. സൂര്യപുത്രനായ സുഗ്രീവന്റെ വിലാപം നിറഞ്ഞ ആ വാക്കുകൾ കേട്ടിട്ട് ലഘുശ്രേഷ്ഠനായ ശ്രീരാമൻ മറുപടി പറഞ്ഞു. കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോട് സുഗ്രീവനെ കോപത്തിൽ കെട്ടിപ്പുണർന്നതുകൊണ്ട് എൻ്റെ സ്നേഹിത മനസ്സിൽ ഒട്ടും പേടിക്കേണ്ടതില്ല. അത്യധികം കോപത്തോടെയും വേഗത്തോടെയും തമ്മിലടിച്ച ആ യുദ്ധത്തിനിടയിൽ നിങ്ങളിൽ ആരാണ് ബാലിയെയും ആരാണ് സുഗ്രീവനെയും തിരിച്ചറിയാൻ സാധിച്ചത്? എൻ്റെ മിത്രമായ നിനക്ക് അമ്പുകൊണ്ട് ആപത്തുണ്ടാകുമോ എന്ന് ഭയന്ന് ആ സമയം ഞാൻ അമ്പെയ്തിരുന്നത് നീ കാര്യം മനസ്സിലാക്കിയാലും
മനസ്സിൽ യാതൊരു സംശയം വരാതിരിക്കുവാൻ ഒരടയാളം ഈ സൂര്യപുത്രൻ നിനക്കായി ഉണ്ടാക്കിത്തരാം. ഇനി നീ ഒട്ടും മടിക്കാതെ നിന്റെ ശത്രുവായ ബാലിയെ വേഗത്തിൽ യുദ്ധത്തിനായി വെല്ലുവിളിച്ചുകൊള്ളൂ. ഇന്ദ്രപുത്രനായ നിന്റെ ജ്യേഷ്ഠൻ ബാലി ഇന്ന് മരണത്തിന് ഇരയാകുമെന്ന് നീ ഉറപ്പിച്ചുകൊള്ളൂ. ഞാൻ രാമനാണെങ്കിൽ ഈ പറയുന്ന സത്യമാണ്. രാമന്റെ വാക്ക് ഒരിക്കലും തെറ്റിപ്പോവുകയില്ല. ഇപ്രകാരം സൂര്യപുത്രനായ സുഗ്രീവൻ ആശ്വസിപ്പിച്ച ശ്രീരാമൻ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു: സുഗ്രീവന്റെ കഴുത്തിൽ പൂക്കളാവുന്ന ഒരു മാല നീ അണിയിച്ചു നൽകിയാലും യാതൊരു തടസ്സവുമില്ലാതെ യുദ്ധത്തിനായി അയച്ചാലും ലക്ഷ്മണൻ ആ പൂമാല സുഗ്രീവന്റെ കഴുത്തിൽ അണിയിച്ച് സന്തോഷത്തോടെ സൂര്യപുത്രനെ യുദ്ധത്തിന് പറഞ്ഞയച്ചു. ഇന്നത്തെ വായന ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നാളെ ഇതിൻ്റെ ബാക്കി അർത്ഥങ്ങളുമായി വരാം. നന്ദി, നമസ്കാരം.